ദുരന്തമുഖങ്ങളിൽ ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന അഗ്നിരക്ഷാസേനയ്ക്ക് കരുത്താകാൻ ഒരു കൊച്ചു റോബോട്ടിക് ഉപകരണമായി 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. കാരശ്ശേരി നെല്ലിക്കപ്പറമ്പ് ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് റെസ്ക്യൂ റോവർ എന്ന സവിശേഷമായ ഉപകരണം നിർമ്മിച്ച് ശ്രദ്ധേയരായിരിക്കുന്നത്. തങ്ങളുടെ കണ്ടുപിടുത്തം മുക്കം ഫയർ സ്റ്റേഷനിലെത്തിച്ച് സേനാംഗങ്ങൾക്ക് മുന്നിൽ കുട്ടികൾ വിജയകരമായി പ്രദർശിപ്പിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ അപകടങ്ങൾ വർദ്ധിക്കുകയും ഉദ്യോഗസ്ഥരുടെ ജീവൻ വരെ പൊലിയുകയും ചെയ്യുന്ന ദാരുണ സംഭവങ്ങൾക്ക് സ്ഥിരമായി സാക്ഷ്യം വഹിക്കാറുള്ള പശ്ചാത്തലത്തിലാണ് ഈ വിദ്യാർത്ഥികൾ ഇത്തരമൊരു ചിന്തയിലേക്ക് എത്തിയത്. അധ്യാപകരുടെ പിന്തുണയോടെ കഴിഞ്ഞ ഒരു വർഷത്തോളമായി നടത്തിയ പഠനങ്ങൾക്കും അധ്വാനത്തിനുമൊടുവിലാണ് ഈ റെസ്ക്യൂ റോവർ യാഥാർത്ഥ്യമാക്കിയത്. ക്യാമറ, വിവിധതരം ഡിറ്റക്ടറുകൾ, റോബോട്ടിക് ആംസ് തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങൾ അടങ്ങിയതാണ് ഈ ഉപകരണം. അപകട മേഖലകളിൽ മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത വിടവുകളിലും തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും കടന്നുചെന്ന് വിവരങ്ങൾ ശേഖരിക്കാനും ജീവൻ രക്ഷാപ്രവർത്തനം സുഗമമാക്കാനും ഈ റോവറിന് കഴിയും. സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ മന്ന ഹംസ, ഹാഷിഖ് ബിൻ ഹബീബ്, മുഹമ്മദ് തമീം, മുഹമ്മദ് സഹൽ എന്നിവരാണ് ഈ റോബോട്ടിക് റോവറിന്റെ പിന്നണിയിൽ. തങ്ങൾ വികസിപ്പിച്ച റോബോട്ടും വഹിച്ചാണ് കുട്ടികൾ ഇന്ന് മുക്കം ഫയർ സ്റ്റേഷനിൽ എത്തിയത്. ഉപകരണത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുത്ത വിദ്യാർത്ഥികൾ ഇനി വരുത്തേണ്ട മാറ്റങ്ങളെയും അപ്ഡേഷനുകളെയും കുറിച്ച് ഉദ്യോഗസ്ഥരോട് ചോദിച്ചറിഞ്ഞു. വാർത്തകളിലും മറ്റും രക്ഷാപ്രവർത്തകർക്ക് തന്നെ അപകടം സംഭവിക്കുന്നത് കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു ആശയം ഉദിച്ചത്. ഒരു വർഷത്തെ അധ്വാനമുണ്ട് ഇതിനു പിന്നിൽ. ക്യാമറയും റോബോട്ടിക് ആംസും ഉപയോഗിച്ച് ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായി കണ്ടെത്താൻ ഇതിന് കഴിയുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. മനുഷ്യന്മാർക്ക് ഒരു അപകടം വരാത്ത രൂപത്തിൽ എങ്ങനെ റെസ്ക്യൂ ചെയ്യാന്നുള്ളൊരു രൂപത്തിലാണ് ഞങ്ങളൊരു തീരുമാനമിട്ട്. ഞങ്ങൾ 4 ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങൾ 4 ആൾക്കാരും തീരുമാനിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത്. പിന്നെ ഇതിൽ ഇനി എന്തൊക്കെ ഇനി ഉൾപ്പെടുത്തേണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇതിൽ ക്യാമറ വരുന്നുണ്ട്, റോബോട്ടിക് ആം, തെർമൽ ക്യാമറ, ഗ്യാസ് സെൻസേഴ്സ്. പ്രവർത്തിക്കുന്നത് നമ്മളിപ്പം ലാപ്ടോപ്പ് വെച്ചിട്ടാണ് ചെയ്യണത്. ലാപ്ടോപ്പിലെല്ലാ ഇതിൻ്റെ ദൃശ്യങ്ങളും ഇതൊക്കെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചെറിയ പ്രായത്തിൽ തന്നെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ഇത്തരമൊരു കണ്ടുപിടുത്തം നടത്തിയ വിദ്യാർത്ഥികളെ മുക്കം ഫയർ ഓഫീസർ EK അബ്ദുൽ സലീം അഭിനന്ദിച്ചു. വരും കാലങ്ങളിൽ അഗ്നിരക്ഷാസേനയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ ഉപകരിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ഇതിലുള്ളതെന്നും ബിൽഡിംഗ് അപകടങ്ങളിലടക്കം ഇത് ഏറെ ഫലപ്രദമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സാധാരണ രീതിയിൽ നമ്മളുടെ റെസ്ക്യൂ ഫീൽഡിൽ നമ്മൾ നേരിടുന്ന പല പ്രതിസന്ധികൾക്കും പരിഹാരമായിട്ട് അവരുടെ ചിന്തയിൽ വന്ന ഒരു ഉൽപ്പന്നമായിട്ടാണ് മനസ്സിലാകുന്നത്. അപ്പം നമ്മൾ നേരിട്ടപ്പം പിന്നെ ബിൽഡിംഗ് കൊളാപ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അകപ്പെട്ട ആളെ രക്ഷപ്പെടുത്താനുണ്ടാകുന്ന നമ്മൾ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തെർമൽ ക്യാമറ ഉണ്ട്, അപ്പം നമ്മൾ അവർ ഹീറ്റ് ഡിറ്റക്ടറുകളുണ്ട്, അപ്പം ഗ്യാസ് ഡിറ്റക്ടറുകളുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് അപകടം വരുന്ന, അതായത് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അവിടേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അപകടത്തിൽപ്പെടും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടൊരു പിന്നെ റോബോട്ട്, അത് അവിടെ പിന്നെ നമ്മൾ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. നാളെയുടെ വാഗ്ദാനങ്ങളായ ഈ കുഞ്ഞു ശാസ്ത്രജ്ഞരുടെ കഴിവ് വലിയൊരു സുരക്ഷാ വിപ്ലവത്തിനാണ് വഴി തുറക്കുന്നത്. കൂടുതൽ അപ്ഡേഷനുകളോടെ ഈ റോവർ ഭാവിയിൽ ദുരന്തമുഖങ്ങളിൽ ജീവൻ കാക്കാൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ വിദ്യാർത്ഥികളും അധ്യാപകരും. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.